നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിളിച്ചറിയിക്കാറുള്ള മോളുടെ വന്ദനാമ്മ പോലും കല്യാണക്കാരെ അറിയിച്ചില്ല. അത് വന്ദനമ്മയ്ക്ക് അങ്കിളിനോടുള്ള പിണക്കം കൊണ്ടാ. ഓഹോ, എന്തിന്? എന്താ വന്ദനമ്മ കല്യാണക്കാരൻ ജഗനങ്ങളെ അറിയിക്കാത്തത്? വന്ദനമ്മ ഒന്നും പറയില്ല. വന്ദനമ്മയുടെ കല്യാണത്തിന് ജഗൻ അങ്കിളിനെ ഈ ഞാൻ തന്നെ ഇപ്പറേ വിളിച്ചിരിക്കുന്നു. ജഗൻ, ക്ഷമിക്കണം. തെറ്റിദ്ധരിക്കരുത്. വിവാഹപ്രായം കഴിഞ്ഞ പെണ്ണ് അച്ഛനമ്മമാർക്ക് വലിയ ഭാരമാവും. ആ ഭാരം ഒഴിച്ചു കൊടുക്കേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു. അത് ബോധ്യപ്പെട്ടപ്പോഴാ വിവാഹത്തിന് സമ്മതിച്ചത്. അച്ഛനമ്മമാരുടെ വിഷമം കാണാൻ എനിക്ക് വയ്യ. അവരുടെ ഉള്ളിലെ പെടച്ചിൽ ഞാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എല്ലാം അനുസരിക്കുന്ന ഒരു കല്യാണ പെണ്ണായി നിന്നു കൊടുത്തു. അതിനപ്പുറം ഒരു തീരുമാനം എന്റേതല്ല. അതുകൊണ്ടാ ഒന്നും വിളിച്ചറിയിക്കാതിരുന്നത്. നിങ്ങൾ ചെയ്തു തന്നിട്ടുള്ള സഹായങ്ങളൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. മരിക്കുവോളം എന്റെ മനസ്സിന്റെ ഒരു കോണിൽ ആ നന്ദി ഞാൻ സൂക്ഷിക്കും. ആകെ നിസ്സഹായ അവസ്ഥയിലായപ്പോ ഒരു പെണ്ണിന് അത് മാത്രമേ ചെയ്യാൻ കഴിയൂ. മോളെ, നമുക്ക് പ്രാർത്ഥിച്ചിട്ടിറങ്ങാം. ആഹാ, ജഗൻ ക്ഷേത്രത്തിൽ പോകാൻ റെഡിയായോ? മോനെ, ഞങ്ങളിപ്പോ വരാം. ഇരിക്കും. വാ. വന്ദനമ്മയ്ക്ക് അങ്കിളിനോടുള്ള പിണക്കൊക്കെ മാറി. എന്റെ വന്ദനമ്മ പാവം അങ്കിളെ. മോൾക്ക് ഈ കല്യാണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? വന്ദനമ്മേനെ ഇഷ്ടമാ എന്റെ ഇഷ്ടം. വന്ദനമ്മേനെ കെട്ടാൻ വരുന്ന അങ്കിള് സുന്ദരനാ. അങ്കിളിന്റെ അമ്മയും കൊള്ളാം. എന്നോട് വലിയ സ്നേഹം ആ മുത്തശ്ശിക്കും അങ്കിളിനും. പക്ഷെ എനിക്കിഷ്ടം വന്ദനമ്മയെ ജഗനങ്കിള് കല്യാണം കഴിക്കുന്നതാ. പക്ഷെ ഇനി അതിനാവില്ലല്ലോ. വന്ദനമ്മയ്ക്ക് ഏറ്റവും ചേരുന്നത് ജഗനങ്കിളാ. ജഗനങ്കിള് പാവാ എന്റെ വന്ദനമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.